IPL ഇന്ന് പഞ്ചാബും ഗുജറാത്തും കളി നടക്കുന്നതോ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായ ന്യൂ ചണ്ഡീഗഡ് ഗ്രൗണ്ടിൽ. അപ്പം അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറിൽ ഇതേ പിച്ചിൽ ഒരു കളി നടന്നിരുന്നു. അന്ന് 200+ സ്കോറാണ് സ്കോർ ചെയ്തത്. ചേസിങ്ങിലും ഒരു 200+ തന്നെ വന്നു. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെയുള്ളൊരു പിച്ചിലാണ് ഇന്നത്തെ പഞ്ചാബിൻ്റെയും ഗുജറാത്തിൻ്റെയും ആദ്യത്തെ മത്സരം. അപ്പം ആ ഒരു പിച്ചിനെ പറ്റി പറഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബോളർ ടൈപ്പ് എന്ന് പറയുന്നത് സീം ബോളേഴ്സാണ്. അപ്പം നമുക്ക് അറിയാം പഞ്ചാബിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും നല്ല കുറേ സീം ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്ന ഒരു 2 കളിക്കാരാണ് ഇന്ന് നേർക്കുനേർ വരാൻ പോകുന്നത്. ഒന്ന് പഞ്ചാബിൻ്റെ സൈഡിൽ നിന്ന് ശ്രേയസ് അയ്യർ, അവരുടെ ക്യാപ്റ്റൻ. 2 ഗുജറാത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അവരുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ശ്രേയസ് അയ്യർ ആകട്ടെ കഴിഞ്ഞ IPL ശേഷം എനിക്ക് തോന്നുന്ന മോസ്റ്റ്ലി എല്ലാ T20s തന്നെ മിസ്സായിട്ടുണ്ട്. കുറച്ച് പരിക്ക് അങ്ങനത്തെ കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേൾഡ് കപ്പിന് മുന്നേ ന്യൂസിലൻഡുമായിട്ടുള്ള ടൂർണമെൻറ്റിൽ പുള്ളി ഇന്ത്യൻ ടീമിലേക്ക് വന്നിരുന്നെങ്കിൽ പോലും പുള്ളി വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്കോപ്പില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് പ്ലേയിങ് 11ലേക്ക് ചാൻസ് കിട്ടിയതുമില്ല. അപ്പം ഇങ്ങേ സൈഡിൽ നമുക്ക് ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അറിയാം. പുള്ളിക്ക് IPL വൺ ഓഫ് ദി ടോപ്പ് ചാർട്ടിലെത്തിയ ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് വിളിയെത്തുകയും വൈസ് ക്യാപ്റ്റനായിട്ട് എടുക്കുകയും ചെയ്തു. പക്ഷേ പുള്ളിക്കും പ്രതീക്ഷയ്ക്കൊത്തൊരു എന്താ പറയുന്ന ഒരു സ്കോർ ഇന്ത്യൻ ടീമിനൊപ്പം നേടാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ് പുള്ളിയെ റീപ്ലേസ് ചെയ്താണ് സഞ്ജുവിനെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുത്തത്. അപ്പം അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡേറ്റ 2 പേർക്കും ഉണ്ട്. പിന്നെ ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നുന്നു ഗുജറാത്തിൻ്റെ ഓപ്പണേഴ്സ്, അതായത് ഗില്ലും സായി സുദർശനും, നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാണ്. അവർ നല്ല രീതിയിലുള്ളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തുടക്കമാണ് ടീമിന് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം അവരുടെ മിഡിൽ ഓർഡർ ഒട്ടും എക്സ്പോസ് ആകുന്നില്ല. ഇനി അഥവാ മിഡിൽ ഓർഡറിലേക്ക് കളി വന്നാൽ തന്നെ അത് പരമാവധി ജോസ് ബട്ട്ലർ, പിന്നെ അതിന് തൊട്ട് താഴെ വരുന്ന ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാനിൽ അവിടെ വരെ ഒരു എക്സ്പോസ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ നമുക്കറിയാം ജോസ് ബട്ട്ലർ അത്രയ്ക്ക് നല്ലൊരു ഫോമിലല്ല. പിന്നെ ഇൻ്റർനാഷണൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ലും T20യിൽ പുള്ളി റൺസ് അടിക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമായിരുന്നു. പക്ഷേ IPL വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു 150+ സ്ട്രൈക്ക് റേറ്റും ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഗുജറാത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ നമുക്ക് പറയാൻ പറ്റുന്ന വാഷിംഗ്ടൺ സുന്ദറാണ്. അപ്പം പുള്ളി എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിന് പറ്റിയൊരു പ്ലെയർ അല്ല എന്നാണ്. പക്ഷേ പുള്ളി ഫോമിലായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് ചെയ്യും, നന്നായിട്ട് തന്നെ ബോളിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പം എനിക്ക് തോന്നുന്നു മിഡിൽ ഓർഡറിലേക്ക് കളി വരുവാണെങ്കിൽ പുള്ളിയിലായിരിക്കും കൂടുതൽ എന്താ പറയുക ടീമിൻ്റെ കൂടുതൽ മുന്നോട്ടുള്ള ചാൻസസ് പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പം ജോസ് ബട്ട്ലർ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ ഫോം ഔട്ടായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വാഷിംഗ്ടൺ സുന്ദർ, ഷാരുഖ് ഖാൻ അങ്ങനെ വരും ഗുജറാത്തിൻ്റെ മിഡിൽ ഓർഡറിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ്. അപ്പം ഇങ്ങേ സൈഡിൽ പഞ്ചാബിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ഓപ്പണിങ് പ്രിയാൻ ഷാരിയ, പ്രഭ്രാൻ സിംഗ്, ഇവർ രണ്ടുപേരും നല്ലൊരു എക്സ്പ്ലോസീവ് തുടക്കം നൽകുന്ന ഒരു പെയറാണ്, എസ്പെഷ്യലി പ്രിയാൻ ഷാരിയ. അപ്പം അത് കഴിഞ്ഞ് മോസ്റ്റ്ലി വൺ ഡൗൺ ആയിട്ട് നമുക്ക് കഴിഞ്ഞ കളിയൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു ജോഷ് ഇംഗ്ലീസിനൊക്കെ അവർ പരീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇത്തവണ ഇംഗ്ലീസ് എന്തായാലും ടീമിലില്ല. അപ്പോൾ മോസ്റ്റ്ലി അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യർ ചിലപ്പോൾ വൺ ഡൗണിലേക്ക് കയറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേഹൽ വധേര ആയിരിക്കും അത് കഴിഞ്ഞുള്ള പൊസിഷനിൽ വരിക. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലെയർ 11ലേക്ക് വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതാരുമല്ല, നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരം വിഷ്ണു വിനോദ്. പുള്ളിക്ക് 11ലേക്ക് വളരെ നല്ലൊരു ചാൻസാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. പുള്ളി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. പക്ഷേ ഓൾറെഡി ടോപ്പിൽ പ്രഭ്രാൻ സിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ അവർ വീണ്ടും ബാക്ക് ചെയ്യുക എന്നുള്ളതും സംശയമാണ്. പക്ഷേ പുള്ളിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന പുള്ളി അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ എൻ്റെ പ്രഡിക്ഷനിൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് തന്നെയായിരിക്കും ജയിച്ചുകൊണ്ട് അവരുടെ ടൂർണമെൻറ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറിച്ചാകണമെന്നുണ്ടെങ്കിൽ ചേസ് ചെയ്ത് ഗില്ലും സുദർശനും കൂടെ നല്ലൊരു തുടക്കം നൽകി മിഡിൽ ഓർഡറും കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രം ഗുജറാത്തിന് ഇന്നത്തെ കളി ഒരു ഈസി വിന്നായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.